അമേരിക്കയിലെ മധു കൊട്ടാരക്കാരന്റെ മാമനുണ്ട് കേട്ടോ. ആ മാമന് വാർത്ത പറഞ്ഞില്ലെങ്കിൽ ടെൻഷനാ കേട്ടോ. ആ മാമനോടൊന്ന് പറയാം, മധു കൊട്ടാരക്കാർ വരാൻ പറഞ്ഞു. മധു കൊട്ടാരക്കാർ അമേരിക്ക കേൾക്കണം. ആ പറഞ്ഞു മധുചേട്ടൻ കടലിനക്കരെന്ന് വിളി കേട്ടു. മധു കൊട്ടാരക്കര അമേരിക്കയിൽ മുട്ടായി കൊണ്ടുവരും കുട്ടികൾക്ക്. അതെ അതെ, മിഠായി കൊണ്ടുവരും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും മിഠായി കൊണ്ടുവരും. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് ചേരുന്നു. എന്താ വാർത്ത? ഡൊണാൾഡ് ട്രംപ് നടപടികൾ കടുപ്പിക്കുകയാണ് കാരണം അവിടെ നമ്മുടെ വിദ്യാർത്ഥികളുടെ വീസ പെട്ടെന്ന് റദ്ദാക്കുന്നു, അവരുടെ വിസ സ്റ്റേറ്റസ് മാറ്റുന്നു, അങ്ങനെ അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. അപ്പൊ എന്താണ് അതിന് കാരണം എന്നുള്ളത് നമുക്ക് മധു കൊട്ടാരക്കരോട് ചോദിക്കാം. അപ്പോ മധു കൊട്ടാരക്കര, എന്താണ് ട്രംപിന് ഇപ്പോൾ ഹാലിളകിയ മട്ടാണ്? കാരണം ഓരോ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് അടുത്ത നീക്കം നടക്കുന്നത്. ഈ സ്റ്റം സ്റ്റുഡൻസിനടക്കമുള്ള നടപടികൾ നേരത്തെ വാർത്തയായതാണ്. ഇപ്പോൾ ഈ വിസ സ്റ്റാറ്റസ് മാറ്റുന്നു. എന്താണ് അതിന് പിന്നിൽ, ആ നീക്കത്തിന് പിന്നിൽ? ഗുഡ് മോർണിംഗ് പ്രജിൻ, SKN ഹാഷ്മി. ഈ വിദ്യാർത്ഥികൾക്ക് നേരെ നടപടികൾ നേരത്തെ തന്നെ തുടങ്ങിയതാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ടുകൾ ഇന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയിൽ ഈ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിനായിട്ട് എത്തിയതാണ്. അവരുടെ വിസയാണ് വലിയ തോതിൽ US ഗവൺമെന്റ് റദ്ദാക്കി തുടങ്ങിയിരിക്കുന്നത്. ഇതിനോടകം 600-ലധികം ഇന്റർനാഷണൽ സ്റ്റുഡൻസിനാണ് വിസ നഷ്ടമായിട്ടുള്ളത്. ഇതിൽ അടുത്ത കാലത്ത് പഠനം പൂർത്തിയാക്കിയവരുമൊക്കെ ഉണ്ട്. പലർക്കും ഈ വിസ നഷ്ടമായത് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ന്യൂയോർക്ക് ഉൾപ്പെടെ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് ഗസ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ, അതുപോലെ ചെറിയ ക്രിമിനൽ കുറ്റങ്ങളിൽപ്പെട്ടവർക്കും ഇപ്പോൾ വിസ നഷ്ടമായിട്ടുണ്ട്. പലരുടെയും നിലവിലെ വിസ സ്റ്റാറ്റസിന് മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. 210-ലധികം കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ നിലവിലെ വിസയിൽ ഇതിനോടകം മാറ്റം വന്നു കഴിഞ്ഞു എന്നാണ് നമുക്കറിയുവാൻ സാധിച്ചത്. അതായത് F1J1 വിസകളിലാണ് ഇപ്പോൾ ഈ മാറ്റം വന്നിരിക്കുന്നതെന്നാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ പറയുന്നത്. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പക്ഷേ എന്തിന്റെ പേരിലാണ് അവരുടെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിസ നഷ്ടമായതെന്ന് അറിയില്ല. പക്ഷേ അധികം വൈകാതെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പ് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ സ്ഥാപന മേധാവികൾ. അതുപോലെ ഈ കഴിഞ്ഞ മാസം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രോഗ്രാം ക്യാച്ച് ആൻഡ് റിവോക്ക്, അതിന്റെ പേരിൽ 300 വിദ്യാർത്ഥികൾക്ക് വിസ നഷ്ടപ്പെട്ടിരുന്നു. അതായത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച ഈ പ്രോഗ്രാം ഭാഗികമായി അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഹമാസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പുകളുമായൊക്കെ പിന്തുണയ്ക്കുന്നതായി തോന്നുകയാണെങ്കിൽ ആ വിദേശ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവരുടെ വിസ റദ്ദാക്കുന്നതിനായി ഈ സോഷ്യൽ മീഡിയ മോണിറ്റർ ചെയ്യുന്നതായിരുന്നു ഈ പ്രോഗ്രാം. SKN ഹാഷ്മി, പ്രജിൻ.